നമസ്കാരം. ഇറാൻ റിയാലിൻ്റെ തകർച്ചയെ തുടർന്ന് ഉണ്ടായ പ്രക്ഷോഭം വല്ലാത്ത ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഒരാഴ്ചക്കിടെ 18 പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഔദ്യോഗികമായി തന്നെ ലഭ്യമാകുന്ന വിവരം. യഥാർത്ഥത്തിലുള്ള വിവരം ഇതിലും എത്രയോ ഏറെയാണ് എന്നുള്ളതാണ് നമുക്ക് സംശയിക്കപ്പെടുന്നത്. അതായത് പ്രക്ഷോഭകരെ അടിച്ചമർത്തുക എന്നുള്ള നയമാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ആയത്തുള്ള അൽ ഖമൈനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ സർക്കാരിൻ്റെ ഒരു നയമായിട്ട് കാണുന്നത്. വലിയ പ്രക്ഷോഭമാണ് രൂപപ്പെടുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. ഇതിനിടയിൽ പ്രക്ഷോഭകരെ ഈ രീതിയിൽ ഇറാൻ നേരിട്ടാൽ അമേരിക്ക തിരിച്ചടിക്കും എന്ന ഒരു ഭീഷണി ട്രംപ് മുഴക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ഇപ്പോൾ വെനസ്വേലയിലുണ്ടായ ഒരു പ്രശ്നത്തേക്ക് വച്ച് നോക്കിക്കണ്ടുകൊണ്ട് തന്നെ ഇറാനിൽ നിന്ന് ആയത്തുള്ള അൽ ഖമേനി റഷ്യയിലേക്ക് നാട് കടക്കുവാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇതിനൊന്നും തലകുനിക്കാതെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും. കൃത്യമായി അമേരിക്ക ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഇറാന് നേരെ നടത്തിയാൽ കൃത്യമായി തിരിച്ചടി ഉണ്ടാകും. നേരത്തെ തന്നെ മുന്നേ V2 ബോംബർ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട ഒരു നീക്കത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇറാൻ്റെ ഭരണാധിപനായ ആയത്തുള്ള അൽ ഖമേനി ട്രംപിനെ പ്രതിരോധിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഇറാൻ്റെ ഭരണാധികാരിയായ ആയത്തുള്ള ഖമേനി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇറാൻ്റെ വ്യോമ പ്രതിരോധ നിരയൊക്കെ വലിയ രീതിയിൽ വീക്കാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയില്ല. തനിക്കും വെനസ്വേലയുടെ പ്രസിഡന്റിൻ്റെ അതേ അവസ്ഥ ഉണ്ടാകുമോ എന്ന് ആയത്തുള്ള അൽ ഖമേനി ഭയപ്പെടുന്നുണ്ട്. എന്തായാലും സിറിയയിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായപ്പോൾ സിറിയയുടെ പ്രസിഡന്റ് എങ്ങനെയാണോ റഷ്യയിലേക്ക് കടന്നത്, അതുപോലെ തന്നെ റഷ്യയിലേക്ക് കടക്കുക എന്നതാണ് ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റും അത്തരത്തിലാണ് ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്തകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്നത്. അതായത് സിറിയയുടെ പ്രസിഡന്റ് എങ്ങനെയാണോ റഷ്യയിലേക്ക് കടന്നത്, അതുപോലെ തന്നെ അമേരിക്കയുടെ ഡെൽറ്റ സൈന്യത്തെ ഭയന്നുകൊണ്ട് റഷ്യയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ റഷ്യയിൽ ഇത്തരം ഡെൽറ്റ സൈന്യങ്ങളൊന്നും കടന്നു ചെല്ലില്ല. അവർ കുറച്ചുകൂടെ സുരക്ഷിതമായൊരു താവളം ഉണ്ടാക്കും എന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് കടന്നിരിക്കുന്നത്. അത്തരത്തിൽ റഷ്യയിലേക്ക് കടക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വളരെ സങ്കീർണമാകുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും. അതിനിടെ UN സെക്യൂരിറ്റി കൗൺസിൽ അതിനിശ്ചിതമായി അമേരിക്കയെ വിമർശിച്ചിരിക്കുകയാണ്. നിക്കോളാസ് മദുരോയെ അനധികൃതമായിട്ട് കസ്റ്റഡിയിലെടുത്തൊരു നടപടി വളരെ മോശമായിപ്പോൾ. ഇതൊരിക്കലും ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തിൻ്റെ അതിർത്തി താണ്ടിക്കടന്ന് ഒരു പരമാധികാര രാജ്യത്തിന് ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് കൃത്യമായി തന്നെ വിമർശിക്കപ്പെടേണ്ട ലോകരാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയെ ഈ രീതിയിൽ തന്നെ വിമർശനമുണ്ടായി. അമേരിക്കയ്ക്കുള്ളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനം ഇതിന് എതിരെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കമല ഹാരിസും അതുപോലെ തന്നെ സോറാൻ മംദാനിയെ പോലുള്ള ആൾക്കാരെല്ലാവരും തന്നെ അമേരിക്കയെ വിമർശിക്കുന്നൊരു ഘട്ടമുണ്ടായി. ഇത് ട്രംപിന് നേരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ളൊരു വിമർശനമുണ്ട്. അത് ട്രംപ് വളരെ കൃത്യമായി തന്നെ ട്രംപ് തുറന്നു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എണ്ണയാണ് ആവശ്യം, എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വെനസ്വേലയെ ആക്രമിച്ചതെന്ന് ട്രംപ് തന്നെ തുറന്നു പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഉർവശി ശാപം ഉപകാരപ്രദം എന്നതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ വെനസ്വേലയിൽ ഉണ്ടാകുന്നത്. അതായത് അവിടുത്തെ ജനങ്ങൾ ആഹ്ലാദഭരിതരാണ്. ഇത്തരമൊരു പ്രസിഡന്റിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ലോകത്തിലൊരു രാജ്യവും ഈ രീതിയിൽ, അന്ന് നമുക്ക് ഹ്യൂഗോ ഷാവേസ് മരിച്ച സമയത്തൊക്കെ അവിടുത്തെ ജനം ഏത് രീതിയിലാണ് പ്രതികരിച്ചതെന്ന് ലോകം കണ്ടതാണ്. പക്ഷേ ഈ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ജനം ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഒരു ക്രൂരനായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാണ് നിക്കോളാസ് മദുരോ എന്നുള്ളതാണ് അവിടുത്തെ ജനത്തിൻ്റെ സന്തോഷത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കാര്യങ്ങൾ എന്തായാലും ഇത്തരത്തിൽ ഒരു മദുരയെ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ഇയാളെ ഇപ്പോൾ ജയിലാക്കിയിരിക്കുന്ന ഒരു ജയിലെന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള മയക്കുമരുന്ന് വിപണനം നടത്തുന്ന ആൾക്കാരും മയക്കുമരുന്നുകളുടെ അമിതമായി ഉപയോഗിക്കുന്ന വലിയ കുറ്റവാളികൾ പാർപ്പിച്ചിരിക്കുന്ന ബ്രൂക്ക്ലൈൻ എന്ന് പറയുന്ന ഒരു ജയിലിലാണ്. മാർച്ച് 17 വരെ ഇദ്ദേഹത്തിന് ഇവിടെ തടവറയിലാക്കാനാണ് കോടതിയുടെ നടപടി.
നടപടി. അത്തരത്തിലാണ് ഡിസ്ട്രിക്ട് ജഡ്ജായ ആൽവിൻ കെ ഹെറാൾഡിൻ്റെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ഈ മാർച്ച് 17 വരെ എങ്ങനെയാണ് ഈ നിക്കോളാസ് മദുരോ അവിടെ അതിജീവിക്കുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും വലിയ ശിക്ഷയും അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശിക്ഷയും ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഈ മാർച്ച് 17 വരെ ഇനിയും വരുന്ന മാസങ്ങളിൽ അവിടെ അതിജീവിക്കുക എന്നാണ്. വളരെ ക്രൂരമായിട്ട് വളരെയധികം ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന കുപ്രസിദ്ധമായ ജയിലാണ് ഈ ബ്രൂക്ക്ലിൻ ജയിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഇടത്ത് എങ്ങനെയാണ് ഇയാൾ കഴിയുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എന്തായാലും നിക്കോളാസ് മദുരോയെ ബാധിക്കുന്നത്. എന്തായാലും അതിഭീകരമായിട്ട് ജനങ്ങളെ നേരിട്ട ഒരു മദുരോ എന്ന ഭരണാധികാരിയെ അമേരിക്ക കൊണ്ടുപോയി എന്നതൊക്കെയും ഒരു ഭാഗത്ത് നോക്കിയാൽ ശരിയാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് രാജ്യത്തിൻ്റെ ഒരു പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുന്ന ഒരു രീതി ഒരു ശരിയായ രീതിയല്ല. ഇതേ രീതിയിലുള്ള ഒരു ആക്രമണം ഇറാനിലുണ്ടാകുമോ എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭയം. ഇത്തരത്തിൽ ലോകരാജ്യങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ തീർച്ചയായിട്ടും ലോകം തടയേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ലോകത്ത് ഉണ്ടാകുവാനും പാടില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.